ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. നിങ്ങൾക്ക് എന്താണ് അവനെക്കുറിച്ച് തോന്നുന്നത്? അവൻ ഉറപ്പായിട്ടും വേ ഓഫ് ടു അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് മനസ്സിലായില്ലേ? അവനൊരു കുട്ടിയാണ്, എന്നിട്ടും അവന്റെ വിസ്റ്റം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും അവൻ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഇവിടെ എത്തിയത്. പക്ഷെ അവന്റെ ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇതിന് ഒപ്പമായിട്ട് ഞാൻ ചൂമയായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അവൻ ഒരു കൊച്ചുകുട്ടിയാണെന്ന് തോന്നാറേ ഇല്ല. അത് അവൻ സംസാരിക്കുന്ന രീതി വെച്ചൊന്നുമല്ല, എനിക്ക് അവന്റെ ആ കുട്ടിത്വം സെൻസ് ചെയ്യാനേ പറ്റുന്നേ ഇല്ല. ഞാനിത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവന്റെ ഒരു സ്പിരിറ്റ് ഓഫ് ടോയ്സും തന്നെ സെൻസ് ചെയ്യാം. പോവാം സാർ, നിനക്ക് എന്ത് തോന്നുന്നു? എന്ത് നിങ്ങൾക്കറിയില്ല സെറ്റിലോ? എനിക്കങ്ങനെ മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യാൻ അറിയില്ലെന്ന്. നിനക്കും എന്തെങ്കിലുമൊക്കെ തോന്നി കാണുമല്ലോ അവനെ കണ്ടപ്പോ. ആ കുട്ടി അവന് കുറ്റത്തുമില്ല, അതാണ് എനിക്ക് അവൻ്റെ ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ മാത്രമല്ലല്ലേ അങ്ങനെ ആലോചിച്ചത്. വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന കുട്ടികൾക്ക് ഇതുപോലത്തെയൊക്കെ സ്വഭാവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നെഴുതി അവരൊരിക്കലും ഒരു വളർന്ന ആളെ പോലെ പെരുമാറാറില്ല. പക്ഷെ ഈ കുട്ടി അവൻ ഇങ്ങനെ പെരുമാറുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഒരു വളർന്ന ആളെ പോലെയാണ്. നീ പറയുന്ന അവൻ മനസ്സിലൊക്കെ കറക്റ്റ് ആണെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഒത്തിരി ചിന്തിക്കണ്ട, അവനൊരു കുട്ടിയാണ്, അത്രേ ഉള്ളൂ. ഈ സെറ്റ് മറ്റുള്ളവരെ വളർത്താൻ വേണ്ടിയാണ്, അല്ലാതെ അവരെ യൂസ് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഇതുപോലെ ഒരു ടാലന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഇനി അവർക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ സൊല്യൂഷനിലേക്ക് ഗൈഡ് ചെയ്യണം. പിന്നെ കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് എങ്ങനെയുണ്ട്? അതോ, ഇപ്പോൾ ആവശ്യത്തിന് മരങ്ങളില്ല. ആ മലകളുടെ ചെരിവ് കാരണം വുഡ് ഗ്യാദർ ചെയ്യാന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. എന്നാലും ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്തുനിന്ന് മരങ്ങളൊക്കെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി കുറേ ദിവസങ്ങളെടുക്കും, അത് ഡ്രൈ ചെയ്യാനും ട്രിം ചെയ്യാനൊക്കെ. ഒരാൾ പുതിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ട അയാളുടെ സറൗണ്ടിങ്സ് ആണ്. അത് നമ്മുടെ ഈ സെറ്റിനും ബാധകമാണ്. നിങ്ങൾ പറഞ്ഞ് ശരിയാണ് സെറ്റിലേതോ? സാഞ്ചയ്, നമ്മൾ കണ്ടുപിടിച്ച ആ ടെക്നിക്കെല്ലാം പെട്ടെന്ന് തന്നെ ഇന്റർപ്രറ്റ് ചെയ്തു. എക്സാക്ട്ലി. പിന്നെ നിങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ച് ചെയ്യണം. മോൺഹോയുടെ ഫേറ്റ് തന്നെ ആ ടെക്നിക്കിലാണുള്ളത്. ഉറപ്പായിട്ടും ഞാൻ ഒരു മിസ്റ്റേക്ക് പോലും വരുത്തില്ല സെറ്റിലേതോ. എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ എങ്ങനെ പറയും? 100 വർഷമായിട്ടും ആ ടെക്നിക്കെല്ലാം പുതിയതുപോലെ ഇരിക്കുന്നു. ആദ്യം കണ്ടുപിടിച്ചപ്പോൾ ആ ഒരു ഷോക്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഷിയുടെ പാടുകൾ വരെ ഉണ്ട്, ഏതാണ്ട് പെട്ടെന്ന് എഴുതിയ പോലെ. ഇതെല്ലാം ഒരാളുടെ പ്ലാൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കായിരിക്കും. എന്തായാലും ആ ബുക്കിലെ കണ്ടന്റ് എല്ലാം റിയലാണ്. അതിനർത്ഥം ആരോ മൻഹുവിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പുള്ളി എന്നെ ശരിക്കും പുറത്താക്കിയ ആ പിൽ ഓഫ് ലൈഫിന് വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ആ ടെക്നിക്ക് എല്ലാം ആ ബുക്കിലേക്ക് എഴുതിയത്. എന്നിട്ട് എന്നെ പുറത്താക്കി. പുള്ളിയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം ആ പിൽ ഓഫ് ലൈഫിനുള്ള റെസിപ്പി കാണാതെ പോയെന്ന്. എന്തായാലും തീർന്നു. ഇത് വളരെ കുഴപ്പമാണ്. ഞാൻ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഇത് പ്രതീക്ഷിച്ചേക്കാളും കൂടുതലാണ്. എന്റെ ബോഡി പ്രതീക്ഷാത്രം ക്വിക്കായിട്ട് ഹീലാകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ 10 വർഷം എടുക്കും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകണമെങ്കിൽ. എന്നെപ്പോലെ ഒരു യങ് ആയ കുട്ടിക്ക് ഇത്രയും എനർജി ലോസ്റ്റ് ആണെന്ന് പറയുന്നത് വലിയ കുഴപ്പമാണ്. ഒരു കുട്ടിയുടെ ബോഡി എപ്പോഴും വളർച്ചയിലും മാറ്റത്തിലുമാണ്. പിന്നെ ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൈം വരുന്നുണ്ട് ഈ ബോഡിയിൽ. ആ ടൈം മിസ്സാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും തിരിച്ചു വരില്ല. എനിക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാൻ ഈ എനർജി റിക്കവർ ആകാൻ 2 വഴിയുണ്ട്. പ്യുവർ ഇന്നേറ്റ് ക്യൂ. ഒന്നെങ്കിൽ ആ പിൽ ഓഫ് ലൈഫ് കൺസ്യൂം ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഹെൽപ്പ് തേടാം. പക്ഷെ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നത് അത്ര നിസ്സാരമല്ല. പണ്ടൊക്കെ വഴിയുടെ അവിടെ എവിടെയൊക്കെ ആയിരുന്നു പിൽ ഓഫ് ലൈഫ്, ഇപ്പോൾ കാണാൻ പോലും പറ്റുന്നില്ല. പണ്ടത്തെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്കിപ്പോൾ റിങ്ക് കഴിക്കാൻ പോകും. പണ്ടൊക്കെ സാഹുവിന് അറിയാതെ ഞാനൊരു റിങ്ക് കഴിക്കും, എന്നിട്ട് ഒരു പില്ല് കൺസ്യൂം ചെയ്യും. അപ്പം ആ ഹാങ് ഓവർ പെട്ടെന്ന് തന്നെ പോകും. ഹാങ് ഓവർ ലീഫ് എനിക്കറിയാം ആ പിൽ ഓഫ് ലൈഫ് എവിടെ കാണുന്നു. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ MC ആണ് അങ്ങോട്ട് ഓടിപ്പോകുന്നത്. അത് ഉറപ്പായിട്ടും അവിടെ കാണുമായിരിക്കും. എന്നിട്ട് ഒരു മലയുടെ അവിടെ അടുത്ത് നിൽക്കുന്നു. 5 ഗ്രേറ്റ് മൗണ്ടൻസിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒന്നാണിത്. ഞാൻ നോക്കി പോകുന്ന സ്ഥലം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇതൊരു സീക്രട്ട് പ്ലേസ് ആണ്. ഞാൻ ചൂമ്യം പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ക്ലിഫിന്റെ ഒരു സ്ഥലത്തായിട്ട് ചെറിയൊരു ഗുഹയുണ്ട്. ഈ മല കയറിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഒന്ന്. ഇത് വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് ഡിസ്പിൾസ് ഒന്നും ഇവിടെ വരാറുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സാഹിൽ നിന്ന് ഹൈഡ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസ് ആയിരുന്നു. എന്തായാലും ഇവിടെ എവിടെയിലേക്ക് ആ പിൽ ഓഫ് ലൈഫ് ഹൈഡ് ചെയ്ത് വെച്ചാണ്. ഇതെന്റെ പാർട്ട് സെൽഫ് ആണെങ്കിൽ 2 ജമ്പിൽ എനിക്ക് ക്ലൈംബ് ചെയ്യായിരുന്നു. പക്ഷേ ഈ ബോഡി വെച്ച് പറ്റില്ല. ഇത് പറഞ്ഞിട്ട് MC ആണെങ്കിൽ ഒരു കയറും പിടിച്ചുകൊണ്ട് നടന്നു നിന്നു. ഞാനിപ്പോ ഈ മല താഴേക്ക് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ അങ്ങ് അപകടമായി മാറും. എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, എന്തായാലും ഒരു ലൈഫ്. ഇതെന്റെ 2ാമത്തെ ലൈഫാണല്ലോ. എന്തായാലും ഈ മൗൺഹോ റിവൈവിന് എന്താ ഇത്ര പാട്? MC ആണ് ഇതൊക്കെ പറയാതെ പതിയെ താഴേക്ക് ഇറങ്ങി പോകുന്നു. പെട്ടെന്ന് MC ആണെങ്കിൽ കാല് തെറ്റി താഴേക്ക് വരുന്നു. ഞാൻ മരിക്കാൻ പോകുന്നു. പക്ഷേ റോപ്പ് ഉള്ളതുകൊണ്ട് MC ആണ് അവിടെ താഴെ നിൽക്കുന്നു. റോപ്പ് എന്നെ രക്ഷിച്ചു. എന്നിട്ട് നേരെ MC ആണ് മലയിലേക്ക് ഇടിക്കാൻ പോകും. MC ആണ് QA സെക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ആ ഇമ്പാക്ട് തടയുന്നു. പക്ഷേ അതിലാണെങ്കിൽ MCയുടെ കയ്യിലെ എല്ലാണെങ്കിൽ ഓടിയുന്നു. എന്റെ ബോൺസ് തന്നെ എത്ര പെട്ടെന്ന് ബ്രേക്ക് ആകുന്നു ഈ ഡാം ബോഡി. പക്ഷെ എങ്ങനെയാണെങ്കിലും എനിക്ക് ആ എൻട്രൻസ് ഇപ്പൊ കാണാം. ഞാൻ എന്തായാലും ഒരു ഊഹത്തിലാണ് ഈ റോപ്പിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത്. എനിക്ക് ആ ക്ലിഫിലേക്ക് ഇങ്ങനെ ചാടി പിടിക്കണം. ഫസ്റ്റ് ഞാൻ QA സെക്ഷൻ ടെക്നിക്ക് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് എന്റെ മൊമെന്റം ഉപയോഗിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചാടും. പക്ഷെ MC അങ്ങ് ചാടിയപ്പോ തന്നെ ആ കയറങ്ങ് പൊട്ടിപ്പോയി. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട്
പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് എം സി ക്യു എ സെക്ഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ വീണ്ടും കയറ് എല്ലൊക്കെ പൊട്ടുന്നു. എന്താ സംഭവിക്കുന്നത്? പക്ഷേ എം സി ആണെങ്കിൽ എങ്ങനെ എൻട്രൻസിന്റെ അവിടെ വീണെങ്കിലും ആ ഇമ്പാക്റ്റിലെ എം സി ആണ് നേരെ വീണ്ടും ഉരുണ്ട് അങ്ങോട്ട് താഴേക്ക് വീഴുന്നു. പക്ഷെ കയർ അവിടെ എവിടെയൊക്കെ തട്ടി നിന്നുകൊണ്ട് എം സി താഴേക്ക് പോയില്ല. എം സി എങ്ങനെയൊക്കെയോ പിടിച്ചു കയറി എൻ്റെ അവിടെ പ്ലം ബ്ലൗസും സോട്ട് സെയിൻ്റാ. എന്തായിരുന്നു അന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു പ്ലേസിൽ ഹൈഡൗട്ട് നിർമ്മിക്കാൻ? എനിക്ക് ഭ്രാന്തായിരുന്നു ഇതുപോലെ ഒരു സ്ഥലത്ത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി. എന്തായാലും ഈ കേവിലെത്തിയല്ലോ, ഏതാണ്ട് മരിക്കണ്ടായിരുന്നു. എം സി ആവട്ടെ ആ തുണി നിന്നെടുത്ത് മാറ്റി. അപ്പോൾ അവിടെയാണെങ്കിൽ ബെഡും ഓരോന്നൊക്കെ. ഈവൻ നൈറ്റ് ലൈറ്റ് ക്രിസ്റ്റൽ വരെ ഇവിടെ കൊണ്ടുവന്നു. മറന്നു, അത് ഞാനല്ലേ. അവിടുത്തെ ഒരു പെട്ടി തുറന്ന് നോക്കി. ഇതാണ് പ്ലം ബ്ലോസം പിൽസ് ഞാനിവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇതെന്റെ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് എം സി ആണ് ആ തുറന്നു നോക്കി. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ പ്ലം ബ്ലോസത്തിന്റെ ആ റിച്ച് സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. സ്നോ ബ്ലോസം പിൽസ്. ഇവൻ ഇതുവരെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നോ? ഇത് ആ പ്ലം ബ്ലോസം പിൽസിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ഉള്ളതാണ്. ഈ ചെസ്റ്റ് ഫുള്ള് പ്ലം ബ്ലോസം പിൽസ് ആണല്ലോ. എന്നോട് ദേഷ്യപ്പെടുന്ന കാര്യം എന്തായാലും മോസ്റ്റ് എക്സ്പെൻസീവ് ആയ പില്ലൊന്നും ഒളിപ്പിച്ചു വെച്ചില്ലല്ലോ. എന്തായാലും എനിക്ക് എന്റെ ബോഡി റിക്കവർ ചെയ്യണം. ഇത് ഗ്രേറ്റ് ആയിരിക്കും എനിക്ക് കുറച്ചെങ്കിലും ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. പക്ഷേ ഹെസിറ്റേറ്റ് ചെയ്യാൻ സമയമില്ല. ഇതും പറഞ്ഞിട്ട് നമ്മുടെ എം സി ആണെങ്കിൽ ആ പില്ല് വായിലേക്ക് ഇടുന്നു. അത് വായിൽ ചെന്നിട്ട് പതിയെ മെൽട്ടായി പോകുന്നു. അതൊന്ന് ച്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മെൽട്ടായി പോയി. ആ എലഗൻ സെന്റ് എൻ്റെ ബോഡിയിലുണ്ട്. എനിക്ക് ആ സെന്റ് എൻജോയ് ചെയ്യാനുള്ള സമയമില്ല. എനിക്ക് ഫോക്കസ് ചെയ്യണം. ആദ്യം ഈ ക്യൂ എൻ്റെ ബോഡിനെ എസ്കേപ്പ് ചെയ്യാതെ നോക്കണം. ഈ എനർജി എനിക്ക് എൻ്റെ NA2 റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. കറണ്ട് സ്റ്റേറ്റിൽ ഇപ്പോഴും ഇമ്പ്യൂർ ആണ്. നോ ബ്ലോസം പിൽസ് നോൺകയുടെ പ്രൈഡ് ആണെങ്കിലും അതിലൊക്കെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. എനിക്ക് അതെല്ലാം പ്യൂരിഫൈ ചെയ്യണം. ഇതുവഴി കൂടുതൽ ക്യൂ എ നഷ്ടപ്പെടുമെങ്കിലും എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എന്നിട്ട് പ്യൂവർസിറ്റി ക്യൂ എ ഒഴിച്ച് ബാക്കി എല്ലാ ക്യൂ എസും കളഞ്ഞു. ഇത്രയും ബാക്കിയുള്ളൂ. ഇത് വളരെ വേസ്റ്റാണ്. ഈ ബാക്കി വന്ന ക്യൂ എസ് ഞാൻ എൻ്റെ ഡാൻഡേയിൽ സ്റ്റോർ ചെയ്യും. അതും ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ടായ NA2 ക്യൂ എയിൽ. എന്നിട്ട് നമ്മുടെ എം സി ഡാൻഡേനാണ് പതിയെ റിക്കവർ ആയിട്ട് വരുന്നു. പെട്ടെന്ന് കേവിൽ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നു. നമ്മുടെ എം സി ആണെങ്കിൽ അവിടെ ഫ്ലോട്ടായിട്ട് പെട്ടെന്ന് തന്നെ ഏതാണ്ട് എക്സ്പ്ലോഡ് ആകാൻ പോകുന്ന പോലെ ഇരിക്കുന്നു.